മെസ്സിക്ക് റെഡ് കാർഡ് ലഭിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. അയാൾ മുഴുവൻ സമയത്തും മൈതാനത്തുണ്ടാകണം. ഈ പ്രായത്തിലും എന്തൊരു ഊർജ്ജമാണ് ലിയോക്ക്. എന്നാൽ എൻ്റെ പ്രശ്നം അതല്ല. എങ്ങനെയാണ് മൈതാനത്ത് രണ്ട് കളിക്കാർക്ക് രണ്ട് നീതികൾ ലഭിക്കുന്നത്? സൗത്ത് ആഫ്രിക്കൻ പരിശീലകൻ ഹ്യൂഗോ ബ്രൂസിൻ്റെതാണ് ചോദ്യം. മെക്സിക്കോക്കെതിരായ ആദ്യ മത്സരത്തിൽ ഒരു ഫൗളിന് സൗത്ത് ആഫ്രിക്കൻ മിഡ്ഫീൽഡർ ടെംബ സ്വാനയ്ക്ക് റഫറി ഡയറക്റ്റ് റെഡ് കാർഡ് നൽകിയിരുന്നു. നേരത്തെ തന്നെ മറ്റൊരു റെഡ് കാർഡിൽ 10 പേരായി ചുരുങ്ങിയിരുന്ന സൗത്ത് ആഫ്രിക്ക പിന്നീട് 9 പേരായി മാറി. എതിരില്ലാത്ത 2 ഗോളിന് ആ മത്സരത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ടെംബ സ്വാനയ്ക്ക് റെഡ് കാർഡ് നൽകുന്നതിന് മുമ്പ് റഫറി വാർ പരിശോധനയ്ക്ക് വരെ മുതിർന്നു. എന്നാൽ മെസ്സി നടത്തിയ ഫൗളിൽ അതിന് പോലും മുതിരാതെ കളി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കൻ പരിശീലകൻ പ്രശ്നവൽക്കരിച്ചത്. മെസ്സിയുടെ ഫൗളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാനയുടേതിന് ഒരിക്കലും റെഡ് കാർഡ് ലഭിക്കരുതെന്നും റെഡിന് പുറമെ 3 മത്സരങ്ങളിലെ സസ്പെൻഷൻ അനീതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റെഡ് കാർഡ് ലഭിക്കാൻ മാത്രമുള്ള ഫൗൾ ആണോ ലിയോ നടത്തിയത്? അതിനൊരു യെല്ലോ കാർഡ് പോലും അർഹിച്ചിരുന്നില്ലേ? ലോകവേദിയിൽ റഫറിമാർ പക്ഷപാതപരമായി പെരുമാറുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇപ്പോൾ 2 ചേരികളിലാണ്. അൾജീരിയക്കെതിരായ മത്സരത്തിനിടെ സെൻട്രൽ ബാക്ക് ഐസ മാൻഡിക്കെതിരെയായിരുന്നു ലിയോയുടെ ഫൗള്. മാൻഡിയുടെ കാറിന്റെ പുറകുവശത്ത് മെസ്സിയുടെ ബൂട്ട് സ്റ്റഡുകൾ ഏറെ അപകടകരമായി പതിയുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അൾജീരിയൻ താരം മൈതാനത്ത് നിലതെറ്റി വീണു. പോലീസ് റഫറി സിമോൺ മാർസിനിയാക് ഫൗൾ വിധിച്ചു. എന്നാൽ ലിയോക്കെതിരെ നടപടികളൊന്നും ഉണ്ടായില്ല. വാർ പരിശോധനയ്ക്ക് പോലും റഫറി മുതിർന്നില്ല. ഇതോടെ ആരാധകർ പലരും റഫറിയുടെ തീരുമാനത്തിനെതിരെ തിരിഞ്ഞു. ഫുട്ബോൾ പണ്ഡിറ്റുകളിൽ പലരും ആ തീരുമാനത്തെ ചോദ്യം ചെയ്തു. ESPN ഫുട്ബോൾ പണ്ഡിറ്റ്സായ അലി മൊറോനോയും നെദും ഒനോഹയും റഫറിയുടെ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഉറപ്പായും അതൊരു റെഡ് കാർഡായിരുന്നു. എന്നാൽ മെസ്സിക്ക് അവിടെ പ്രത്യേക പരിഗണന ലഭിച്ചു. ഇതിന് സമാനമായ മറ്റു സംഭവങ്ങളിൽ റഫറി രണ്ടാമതൊന്നും ആലോചിക്കാതെ റെഡ് കാർഡ് പുറത്തെടുക്കാറുണ്ട്. വാർ പരിശോധനയ്ക്ക് അവിടെ അവസരമുണ്ട്. അതിനൊന്നും മുതിരാതെ അദ്ദേഹം ഒറ്റയടിക്ക് ഫൗൾ മാത്രമായി വിധിച്ച് മെസ്സി രക്ഷപ്പെടുത്തി. വിഷയത്തിൽ ഇരുവർക്കും സമാനാഭിപ്രായമായിരുന്നു. എന്നാൽ മുൻ ഫ്രഞ്ച് താരം തിയറി ഹെൻറി മെസ്സിയെ ഡിഫെൻഡ് ചെയ്തു. ഈ സന്ദർഭത്തിൽ ലിയോയ്ക്ക് എതിരാളിയെ ഫൗൾ ചെയ്യാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഹെൻറിയുടെ വാദം. പലരും ആ ഫൗളിന് റെഡ് കാർഡ് നൽകണമെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ എനിക്കതൊരു റെഡ് കാർഡ് ഒഫൻസായി തോന്നിയില്ല. ഫൗൾ ചെയ്യുന്ന താരത്തിന്റെ ഉദ്ദേശം കൂടി പരിഗണിക്കണം. ഇവിടെ ലിയോക്ക് അൾജീരിയൻ ഡിഫൻഡറെ ഫൗൾ ചെയ്ത് വീഴ്ത്തുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. മെസ്സിയുടെ ഫോക്കസ് പന്തിൽ മാത്രമായിരുന്നു. അതിനാൽ തന്നെ ഇതിന് റെഡ് കാർഡ് നൽകണമെന്ന വാദം എനിക്കില്ല, ഹെൻറി പറഞ്ഞു. ഇന്റൻഷനലി അല്ല ലിയോ ആ ഫൗൾ നടത്തിയത്. അതിനാൽ തന്നെ അയാൾ റെഡ് കാർഡ് അർഹിക്കുന്നില്ല എന്നാണ് അർജന്റീന ആരാധകരുടെ പക്ഷം. ഏതായാലും സൂപ്പർ സ്റ്റാറുകൾക്ക് ഒരു നിയമവും മറ്റു കളിക്കാർക്ക് മറ്റൊരു നിയമവും എന്നത് നീതിയല്ല എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്. ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോഴേക്കും 5 റെഡ് കാർഡുകൾ ഇതിനോടകം ലോകകപ്പിൽ പിറന്നു കഴിഞ്ഞു. 5ഉം സ്ട്രൈറ്റ് റെഡ് കാർഡുകൾ. മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക ഉദ്ഘാടന മത്സരത്തിൽ മാത്രം 3 റെഡ് കാർഡുകളാണ് പിറന്നത്. 2022 ഖത്തറിലും 2018 റഷ്യയിലും ആകെ പിറന്ന റെഡ് കാർഡുകളേക്കാൾ കൂടുതൽ റെഡ് കാർഡുകൾ ഈ ലോകകപ്പിൽ ഇതിനോടകം പിറന്നു കഴിഞ്ഞു. ഖത്തറിലും റഷ്യയിലും 4 വീതം റെഡ് കാർഡുകളാണ് പിറന്നത്. 2006 ജർമ്മൻ ലോകകപ്പിലാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ പിറന്നത്, 28 എണ്ണം. ആ വർഷമാണ് ജിദാൻ മറ്റരാസിയെ തലകൊണ്ടിടിച്ച് വീഴ്ത്തി കളം വിട്ടത്. 2006 ലോകകപ്പിലെ പോർച്ചുഗൽ നെതർലൻഡ്സ് പോരാട്ടമാണ് ലോകകപ്പിൽ ഏറ്റവും അധികം റെഡ് കാർഡുകൾ പിറന്ന മത്സരം, 4 എണ്ണം. ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന പേരിൽ കുപ്രസിദ്ധമായ ആ പോരാട്ടത്തിൽ 16 യെല്ലോ കാർഡുകളടക്കം ആകെ 20 കാർഡുകളാണ് പിറന്നത്.